പ്രോബ് എടുത്തിട്ട് പ്രോബ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പ്രോബ് ഫസ്റ്റ് കണക്ട് ചെയ്യുന്ന ബ്ലാക്ക് എടുത്തിട്ട് കോമണിൽ കണക്ട് ചെയ്തു. അതുകൂടാതെ റെഡ് എടുത്തിട്ട് വോൾട്ടേജിൽ കണക്ട് ചെയ്തു. ഫസ്റ്റ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി പോകുന്നത് AC വോൾട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഞാൻ ഇവിടെ ഒരു പ്ലഗിൽ കൊടുത്തിരിക്കുകയാണ്. എത്ര വോൾട്ട് വരുന്നുണ്ട്? 239 വോൾട്ട്, അതായത് 239 വോൾട്ട് ഇപ്പം നമുക്ക് വരുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് DC എങ്ങനെ മെഷർ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ച പോർട്ടുകൾ നോക്കുകയുള്ളൂ. കോമൺ ആദ്യത്തെ 2 പോർട്ടുകളാണ് AC മെഷർ ചെയ്യാൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് DC നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ സെയിം പോർട്ട് തന്നെയാണ് DCക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അടുത്തായിട്ട് നമ്മൾ DC വോൾട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പോവാണ്. DC വോൾട്ട് മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ 24 വോൾട്ട് DC ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ DC വോൾട്ട് നിങ്ങൾക്ക് കാണാം. AC കൊടുത്ത പോലെ തന്നെയാണ് DC വോൾട്ട് മെഷർ ചെയ്യുന്നത്. AC നമ്മൾ എങ്ങനെയാണ് കൊടുത്തത്? ഈ 2 പ്രോബ് ഉപയോഗിച്ച DC സോഴ്സിൽ ഞാൻ പ്ലസും മൈനസും നേരെ DC സോഴ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24 വോൾട്ട് DC കണ്ടോ കാണാൻ വേണ്ടി പറ്റും. ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് മില്ലി വോൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യും എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ മില്ലി വോൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. മില്ലി വോൾട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി മില്ലി വോൾട്ട് ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മില്ലി വോൾട്ട് കൊടുക്കുമ്പോൾ കണ്ടോ മില്ലി വോൾട്ട് ചേഞ്ച് ആകുന്നത് കണ്ടോ. ഇങ്ങനെ ഈ സെയിം AC-യുടെയും DC-യുടെയും നമ്മൾ ഏത് പോർട്ടാണ് ഉപയോഗിച്ചത് ആ സെയിം പോർട്ടിൽ നിന്നാണ് നമ്മൾ കേബിൾ എടുത്ത് മില്ലി വോൾട്ട് സോഴ്സിൽ കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് മില്ലി വോൾട്ട് റീഡ് ആകുന്നത് കാണാം. കണ്ടോളൂ, ഇതാണ് മില്ലി വോൾട്ട്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് നമ്മൾ പോകാൻ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ഓംസ് എങ്ങനെ മെഷർ ചെയ്യാന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ ഓംസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 250 ഓം റെസിസ്റ്റൻസ് ആണ്. 250 ഓം റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് റെഡ് പ്രോബ് എടുത്ത് റെഡിൽ കണക്ട് ചെയ്തു. ബ്ലാക്ക് പ്രോബ് എടുത്ത് കോമണിൽ കണക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓംസ് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് ബ്ലാക്കും റെഡും കൂടി നമ്മൾ ഇങ്ങനെ പിടിച്ചു. ഞാൻ എൻ്റെ ഫിംഗർ അതിൽ തൊടിയിക്കാതെ പിടിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് നമ്മൾ ടച്ച് ചെയ്യുന്നത് കുഴപ്പമില്ല, അടുത്ത സൈഡ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള റെസിസ്റ്റൻസ് സ്റ്റാറ്റിക് എനർജി അതിൽ പാസ്സായി നമുക്ക് കൂടുതൽ റെസിസ്റ്റൻസ് കാണിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഒരു സൈഡ് നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്, ഒരു സൈഡ് നമ്മൾ ടച്ച് ചെയ്യാതെ. എപ്പോഴും നമ്മൾ റെസിസ്റ്റൻസ് നോക്കുമ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ. ഇതിപ്പം 250 ഓം റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്, കണ്ടോ. 250 ഓം റെസിസ്റ്റൻസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ 250 ഓം റെസിസ്റ്റൻസ് കാണിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ കണ്ടിന്യൂറ്റി എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊന്നും വേണ്ട, ഈ 2 ഇത് മതി. ഈ 2 നമ്മൾ കണ്ടിന്യൂറ്റി മോഡ് ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നു. കണ്ടിന്യൂറ്റി സെലക്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂറ്റി തന്നെ നമുക്കൊരു ബീപ്പ് അലാറം കേൾക്കാൻ വേണ്ടി പറ്റും. എപ്പം നമുക്ക് നമ്മുടെ ലൂപ്പ് ക്ലോസ് ആവുന്നോ അപ്പം നമുക്ക് ഒരു ബീപ്പ് സൗണ്ട് വരും. ഇപ്പം നിങ്ങൾക്ക് കാണിക്കാം. അതിന് വേണ്ടി 2 പ്രോബ് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ പ്രോബ് ടച്ച് ചെയ്യുമ്പോൾ കണ്ടോ നിങ്ങൾക്കൊരു ബീപ്പ് സൗണ്ട് കേൾക്കാം. അതിനർത്ഥം കണ്ടിന്യൂറ്റി ഇപ്പോൾ കാണിക്കുന്നുണ്ട്, കണ്ടിന്യൂറ്റി 0. എപ്പം ലൂപ്പ് ഓപ്പൺ ആവുന്നോ അപ്പോൾ ആ ബീപ്പ് സൗണ്ട് നിൽക്കും. ഇനി അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇതുപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഡയോഡ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പണിൻ്റെ സിമ്പിൾ കാണിക്കും. ക്ലോസ് ആകുമ്പോൾ കണ്ടോളൂ 00 കാണിക്കുന്നു. ഡയോഡിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് മുകളിൽ കാണാൻ വേണ്ടി ഇതാണ് ഡയോഡിൻ്റെ സിമ്പിൾ. ഇത് നിങ്ങൾക്ക് കാണാം ഓപ്പൺ ആകുമ്പോൾ എന്നുള്ള സിമ്പിളാണിത്, കണ്ടോ. ായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മൾ മൾട്ടിമീറ്റർ കൊണ്ട് മില്ലി ആംപിയർ മെഷർ ചെയ്യാൻ വേണ്ടി പോവാണ്. മില്ലി ആംപിയർ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നോബിനെ വോൾട്ടിൽ നിന്നും മില്ലി ആംപിയറിൻ്റെ നോബിലേക്ക് ചേഞ്ച് ചെയ്തു. അതുപോലെ നമ്മളിപ്പോൾ കണക്ഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ മില്ലി ആംപിയറിൻ്റെ ഒരു കണക്ഷൻ റിമൂവ് ചെയ്തു. മില്ലി ആംപിയർ നമ്മൾ എപ്പോഴും അളക്കുന്നത് 24 വോൾട്ട് ഉള്ള പവർ സപ്ലൈ നമ്മൾക്ക്
2 വയർ ആണെങ്കിൽ നമുക്ക് മില്ലി ആംപിയർ സീരീസ് ആയിട്ടും 4 വയർ ആണെങ്കിൽ നമുക്ക് പാരലലായിട്ടും അളക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു കേബിൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് മില്ലി ആംപിയർ മൾട്ടിമീറ്ററിൽ കാണിച്ചു തരും. അതുപോലെ ഇപ്പോൾ കേബിൾ റിമൂവ് ചെയ്തതിൻ്റെ ഒരു എൻഡിൽ ഞാൻ മൾട്ടിമീറ്ററിൻ്റെ ഒരു പ്രോബ് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മൾട്ടിമീറ്ററിൻ്റെ ഒരു പ്രോബ് കണക്ട് ചെയ്തതിന് ശേഷം അടുത്ത പ്രോബ് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. അടുത്ത പ്രോബ് എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. അതിന് ശേഷം ഞാൻ മില്ലി ആംപിയർ സെലക്ട് ചെയ്യുവാണ്. മില്ലി ആംപിയർ സെലക്ട് ചെയ്തു. മില്ലി ആംപിയർ 420 മില്ലി ആംപിയർ ആണ് നോർമലായിട്ട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ എത്ര മില്ലി ആംപിയർ ഇതിൽ വരുന്നുണ്ടെന്ന്. ഞാനപ്പം അടുത്ത ഇതിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കാം. കണ്ടോ എത്ര മില്ലി ആംപിയർ വരുന്നുണ്ട്? 4 മില്ലി ആംപിയർ, 3.9 മില്ലി ആംപിയർ അങ്ങനെ കാണിക്കും. ഒരു ബട്ടൺ എന്ന് പറഞ്ഞാൽ ആംപിയറിൻ്റെ ബട്ടണാണ്. ആംപിയറിൻ്റെ ബട്ടൺ ഉപയോഗിക്കുന്നത് നമ്മൾക്ക് മോട്ടറിന് എവിടെ ലോഡ് ഉള്ളപ്പം അല്ലെ മോട്ടർ ഇപ്പോൾ റണ്ണാവുകയാണെങ്കിൽ അതിൻ്റെ ആംപിയർ അളക്കുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ ആംപിയറിൻ്റെ ബട്ടൺ ഉപയോഗിക്കുന്നത്. ആംപിയറിനും നമ്മുടെ മില്ലി ആംപിയർ പോലെ തന്നെ വേറെ പ്രോബ് ആംപിയറിൻ്റെ പ്രോബിൽ കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ആംപിയർ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കൂ. അതുപോലെ തന്നെ മൈക്രോ ആംപിയർ ഉണ്ട്. മൈക്രോ ആംപിയറും അതുപോലെ തന്നെയാണ്. മൈക്രോ ആംപിയറിനും പ്രോബ് ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ മില്ലി ആംപിയറും മൈക്രോ ആംപിയറും നിങ്ങൾക്ക് അളക്കാൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ ഇതൊക്കെയാണ് മൾട്ടിമീറ്ററിൻ്റെ വിശേഷങ്ങൾ. താൽക്കാലികമായിട്ട് ഇവിടെ തീരുകയാണ്.